ഹിന്ദുക്കളുടെ മേലെ കുതിര കയറാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും വേണം. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ആളുകളെയും എല്ലാ രൂപത്തിലും സുഖിപ്പിച്ചതും പിന്തുണ കൊടുത്തതും സഹായിച്ചതും സഹകരിച്ചതും പൊക്കിക്കൊണ്ട് നടന്നതുമെല്ലാം മുസ്ലിം മതവിഭാഗങ്ങളാണ്. അതായത് കേരളത്തിന്റെ കപട മതേതരവാദികൾക്ക് ഇപ്പോഴും ഇടതന്റെയും വലതന്റെയും ഇരട്ടത്താപ്പുകൾ ബോധ്യപ്പെട്ടിട്ടില്ല. ജനങ്ങളെ മതത്തിന്റെ പേരിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇത്തരം സംഭവ വികാസങ്ങൾ ഈ കേരളക്കരയിൽ. ഒരു വിശ്വാസത്തെ മാത്രം, ഒരു മതവിഭാഗത്തെ മാത്രം തെരഞ്ഞു പിടിച്ചക്രമിക്കുമ്പോൾ അവർ തിരിച്ചൊന്നും പറയില്ല, പ്രതികരിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ മതവിഭാഗത്തിന്. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും സ്വാഭാവികമായ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഇതുവരെ നിങ്ങൾ ആക്ഷനിലൂടെ മുന്നോട്ട് പോയി, ഇനിയും ഒരു റിയാക്ഷൻ ഉണ്ടാകും. സഹി കെടുമ്പോൾ മഞ്ഞച്ചേര ഉണ്ടല്ലോ, ചേര കടിക്കില്ല എന്നല്ലേ പറയുന്നത്. സഹി കെട്ട് കഴിഞ്ഞാൽ മഞ്ഞച്ചേര മലർന്ന് കടിക്കും. മഞ്ഞച്ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നാ പറയാ, ഇംഗ്ലീഷിലുണ്ടാവും. അന്ന് മലയാളത്തിലെ മരുന്നേ ഉള്ളൂ, ആയുർവേദമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും, പച്ചില മരുന്നുകളൊക്കെ ആയിരിക്കും. സഹി കിടുന്നവന്റെ പ്രതികരണമുണ്ടല്ലോ, അത് അങ്ങേയറ്റമായിരിക്കും. അവനെ തടയാൻ പറ്റില്ല. ക്ഷമിക്കുന്നവരങ്ങനെയാണ്. ക്ഷമയുടെ നെല്ലിപ്പടി എത്തിക്കഴിഞ്ഞാൽ അവരൊരു പ്രതികരണമുണ്ട്, പിന്നീട് അവരെ പിടിച്ചാൽ കിട്ടത്തില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യവും മതേതരത്വവും സഹിഷ്ണുതയും ഒക്കെ ഒരു മതവിഭാഗത്തെ മാത്രം ചവിട്ടി താഴ്ത്താനും അവഹേളിക്കാനും വിമർശിക്കാനും അപഹസിക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ പ്രതിപ്രവർത്തനം ഉണ്ടാകും എതിർഭാഗത്ത്. ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന ആളുകളെ ഒക്കെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഒരു വിഭാഗം ഉണ്ടാകുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ മറുവിഭാഗത്തിനു പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ മതം നിലനിൽക്കണം, അവരുടെ രാഷ്ട്രീയം നിലനിൽക്കണം, ആ ജനതയ്ക്ക് ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരത്തിൽ ഇറങ്ങിത്തിരിക്കും. ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന ആളുകളെയൊക്കെ അംഗീകരിക്കുകയും ആദരിക്കുകയും പിന്തുണ കൊടുക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവർക്ക് പൗരത്വം വരെ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഒരാളും തിരിച്ച് വിമർശിക്കില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗങ്ങൾക്ക് മേലുള്ള കടന്നു കയറ്റമായി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പോലും അത് തോന്നില്ല. കാരണം അവർക്കുമുണ്ട് ഈ ഒരു അജണ്ട. നമ്മുടെ നാട്ടിലൊന്ന് പിടിച്ചു നിന്നു പോകണമെങ്കിൽ ഒരു മതേതരൻ, ഒരു പകുതിയെങ്കിലും നമുക്കൊരു മതേതരനായിട്ടല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടൊരു കപട മതേതരത്വത്തിന്റെ മുഖംമൂടി എടുത്തി വരാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ മതങ്ങളെയും എല്ലാ ആചാരങ്ങളെയും ഒക്കെ ബഹുമാനിക്കുന്ന ഒരു ബഹുസ്വരതയെ മുന്നിൽ കാണുന്ന പ്രതിച്ഛായയാണ് നമുക്കുള്ളത്. അതാണ് മതേതരത്വം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഒരു വിശ്വാസത്തെ മാത്രം തെരഞ്ഞു പിടിച്ചു വേട്ടയാടുകയും ആ വേട്ടയാടുന്ന ആളുകളുടെ മതത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും തിരിച്ചു ഉരിയാടാൻ സാധിക്കാതെ നിൽക്കുകയും തൻ്റെ മതപരമായ നിലനിൽപ്പിനു വേണ്ടിയും രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടിയും ഒരു വിഭാഗത്തിന്റെ തീവ്രവാദത്തെ വാനോളം വളർത്തുകയും ചെയ്യുന്നത് വഴി നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കടക്കലാണ് ഇവർ കത്തിവെക്കുന്നത് എന്ന് ഇന്ന് കേരളത്തിന്റെ മതേതരത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എതിർഭാഗത്ത് കുറച്ച് രൂക്ഷതയേറിയ സംഘടനകൾ രൂപം കൊള്ളുന്നത്. ഒരു ഭാഗത്ത് തീവ്രവാദികൾ ഉണ്ടാകുമ്പോൾ മറുഭാഗത്തും തീവ്രവാദികൾ പിറവിയെടുക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് കേരള സമൂഹം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടാൻ നിൽക്കുന്നത് ഇപ്പോഴും. അതായത് ഹിന്ദുക്കളെ വേട്ടയാടുന്നതിനു വേണ്ടി ഒരു വിഭാഗം ആളുകൾ നിലകൊള്ളുമ്പോൾ അവരുടെ അസഹിഷ്ണുതയും അവരുടെ ഒരു വിഭാഗത്തോടുള്ള പ്രീണനവും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ
അവരെ പ്രതിരോധിക്കാൻ മറുവിഭാഗത്തിനും ഒരു തീവ്രമായ ഒരു സംഘം രൂപപ്പെടും. കേരളത്തില് ഇത്തരം മതഭീകരത, ഇത്തരം തീവ്രമായ ഒരു മതവിശ്വാസം പെട്ടെന്നൊന്നും പ്രത്യക്ഷപ്പെട്ടതല്ല. നമ്മുടെ നാട്ടില് മാറി മാറി വന്ന സർക്കാർ ജനങ്ങളെ ഭരിക്കുന്നതിനു വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് നിർത്തി അവരിലെ മത തീവ്രവാദം വളർത്തി. പിന്തുണയ്ക്ക് സജീവമായി പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ലെങ്കിൽ പോലും മൗനിയായാലും മതിയല്ലോ, മൗനം സമ്മതമെന്നാണല്ലോ. അതിന്റെ മറവിൽ ഇവിടെ തീവ്രവാദം തഴച്ചു വളരുകയായിരുന്നു. ഓരോ തവണയും മതേതരത്വത്തിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തപ്പോൾ മറുഭാഗത്ത് മതതീവ്രവാദത്തെ തഴച്ചു വളർത്തുകയായിരുന്നു. അങ്ങനെയാണ് ഒരു പ്രത്യേക മതവിശ്വാസത്തിന്റെ ആവശ്യങ്ങൾ ആദ്യം പരിഗണിക്കാൻ സർക്കാരുകൾ മുന്നിട്ട് വന്നത്. നമ്മുടെ മതത്തിൽ തന്നെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്ത വസ്തുതകൾ ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ അവരെ കടന്നാക്രമിക്കാൻ ഒരു ജനവിഭാഗം മുന്നോട്ട് വരാനുള്ള കാരണം നമുക്ക് ഈ നാട്ടിൽ എന്തും പറ്റും. കാരണം നമ്മൾ എന്ത് ചെയ്താലും നമ്മളോട് പ്രതികരിക്കാൻ, നമ്മളോട് കിടപിടിക്കാൻ ഒരാളും വരില്ല. ഭരണവർഗവും വരില്ല, പ്രതിപക്ഷവും വരില്ല. ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട്. ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, വിവാഹമുക്തയായ സ്ത്രീയുടെ ജീവനാംശം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മറ്റു മതവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ പറയുന്ന നിയമങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ ഒരു സർക്കാർ, ഒരു രാജ്യം വിഭാവനം ചെയ്യുന്ന ഭരണഘടന തയ്യാറാകുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലാണോ ഈ ശരീഅത്ത് നിയമം? ആ ഭരണഘടനയേക്കാൾ മികച്ചതാണോ ഇവരുടെ ശരീഅത്ത് നിയമം? ഇതൊക്കെ എടുത്ത് കളയാനുള്ള സമയം അതിക്രമിച്ചില്ലേ? ഇല്ലേ? ഇതൊന്ന് തുറന്നു പറഞ്ഞാൽ നമ്മളെ എന്താ വിളിക്കുക? മനസ്സിലായോ? അതുകൊണ്ട് മതേതര ജനാധിപത്യത്തിലെ ന്യൂനപക്ഷ അവകാശങ്ങളാണ് എന്നവരെ ന്യായീകരിച്ചു കൊണ്ടു നടക്കുന്ന, അവരനുഭവിച്ചു വരുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഈ രാജ്യത്ത്. അതൊക്കെ നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും മതപ്രീണനം നടത്തിയാണ് ഇത്രയും കാലവും ഇവരെ വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിക്കുന്നു, നമ്മുടെ ഭരണഘടന പ്രകാരം തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം ഈ രാജ്യത്ത് പുൽകണമെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കുമൊക്കെ ഒരൊറ്റ നിയമം വരണമെന്ന്. പല പേരുകളില് മതത്തിന്റെ കുറെ അധികം ധാർഷ്ട്യങ്ങള് ഈ രാജ്യം അവർക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പിടിച്ചിട്ടാണ് ഇവർ മറ്റുള്ള ഓരോരോ ആനുകൂല്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. മതവാദവും രാഷ്ട്രീയത്തിന്റെ അകത്തെ മതസ്വാധീനവും വളരെ വ്യക്തമായി നമുക്കിന്നു മനസ്സിലാകുന്നു. ജനാധിപത്യ രാജ്യത്തെ ശാസ്ത്രീയ, രാഷ്ട്രീയ, സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇടപെടുന്നത് അശ്ലീലമാണെന്നും ഞങ്ങളുടെ മതനിയമങ്ങളിൽ പൊതുനിയമങ്ങൾ ഇടപെടണ്ട എന്നും ഇവര് ഒരു അലിഖിത നിയമം കൊണ്ടുവന്നത് പോലും ഈ രാജ്യം അംഗീകരിക്കാൻ ബാധ്യസ്ഥരായി. മനസ്സിലായ? ഈ മതരാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് തഴച്ചു വളർന്നു. 1967 മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ CPIM പോലൊരു മുഖ്യധാര വിപ്ലവ പാർട്ടി ആദ്യമായി മുന്നണി പങ്കാളിയായിട്ട് അംഗീകരിക്കുക. മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്ന ഒരു പാർട്ടി
നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് എത്രമാത്രം വിഘാതമാണ് എന്ന് ചിന്തിച്ചില്ല. ഇന്ത്യയെ വിഭജിച്ച പാർട്ടിയുടെ പേരും മുസ്ലിം ലീഗ് എന്നായിരുന്നു. ഇന്നും അവരുടെ പാർട്ടിയുടെ പേരിൽ എന്താ ഉള്ളത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. 1947 മുതൽ റിപ്പബ്ലിക് ആകുന്നത് വരെയുള്ള ഇന്ത്യയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ. പിന്നെ 1950 തോന്നുന്നു, അതാണ് റിപ്പബ്ലിക് ആയല്ലോ. ആ സമയത്ത് പോലും ഇവരുടെ പേരില് ഇന്നും അന്നു മുതൽ ഇന്നു വരെ ആ പേരിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതായത് രാഷ്ട്രീയത്തിന്റെ മറവിൽ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതത്തെ കടത്താൻ ഇവർ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊന്നും ഞങ്ങൾ എതിരല്ല, പക്ഷെ അതിന് ചില അതിർവരമ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? എത്ര പേര് പ്രതികരിച്ചു കണ്ടു? കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവനും ഐസിസുകാരാണെന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അതൊക്കെ വികലമായ വ്യാഖ്യാനങ്ങളാണ്. ഇത്തരം കൊടും ഭീകര വർഗീയ വാദങ്ങളെ നമ്മൾ അപലപിച്ചിട്ടില്ലെങ്കിൽ, അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും നിലനിർത്തുമെന്ന് നമ്മൾ പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തത് വെറുതെ ആയി പോകും. വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ രാജ്യത്ത് കൈകാര്യം ചെയ്ത ആളുകളെ ഒക്കെ ഒന്നെടുത്തേ. എന്തായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇവർ കാണിച്ചു കൂട്ടിയിരുന്നത്? നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ അറബി എന്നത് ഒരു ഭാഷയായി, ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ പോലും അവിടെ ഒരു പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ. മതത്തിന്റെ നിയമങ്ങള് അത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ അംഗീകരിക്കപ്പെട്ടു. ഫലത്തിൽ എന്താ വന്നത്? മതേതര ജനാധിപത്യ സർക്കാരിന്റെ ചെലവിൽ പൊതുവിദ്യാലയങ്ങളിൽ മതവിദ്യാഭ്യാസം നടത്താൻ ജനസംഖ്യയിൽ അന്ന് 15% മറ്റോ ഉണ്ടായിരുന്ന വോട്ട് ബാങ്കിന് സാധിച്ചു. ഇന്ന് എങ്ങനെ സാധിക്കും? ഏത് രൂപത്തിലുള്ള മാറ്റം ഇന്ന് അവർക്ക് സാധ്യമാണെന്ന് ആലോചിച്ച് നോക്കുക. അന്ന് അതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേ കാലത്ത് തന്നെ അക്കാദമിക് യോഗ്യതയുള്ള ആളുകൾ, അറബി അധ്യാപകരെ കിട്ടാനില്ല എന്ന പേരില് മദ്രസ വിദ്യാഭ്യാസം. മദ്രസയിൽ ആരാ പഠിപ്പിക്കുന്ന? അവർക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത്? ഈ കുത്തുപുസ്തകങ്ങള്. മതവിദ്യാഭ്യാസം മാത്രമുള്ള ആയിരക്കണക്കിന് മതപണ്ഡിതന്മാരെ, പണ്ഡിതൻ എന്നാണ് അവര് പറയുന്നത് കേട്ടോ, BA B.Ed യോഗ്യതയുള്ള അധ്യാപകരുടെ സ്ഥാനത്ത് അതേ ശമ്പളത്തിൽ നിയമിച്ച് പ്രീണനം പുരോഗമിച്ചു. അന്നത്തെ കാലത്ത് അറബിക് അധ്യാപകരെ നിയമിച്ചത് മതവിദ്യാഭ്യാസമാണ്. മതവിദ്യാഭ്യാസം ഒരു 10ാം ക്ലാസ് പോലും പാസ്സായിട്ടുണ്ടാവില്ല. ജോലി ഒക്കെ കിട്ടിയതിന് ശേഷമാണ് ഒരു 10ാം ക്ലാസ് ഒക്കെ പാസ്സാകുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. മനസ്സിലായോ? അറബി പഠിപ്പിക്കാൻ അത്തരം ആളുകളെ ഇവർ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരെയൊക്കെ കണ്ട അണ്ടനെ അടകുളനെ ഒക്കെ പിടിച്ചിട്ട് അറബി അധ്യാപകരാക്കി മാറ്റി. അതുകൊണ്ടാണ് ഈ പീഡനങ്ങളൊക്കെ വർദ്ധിച്ചു വന്നത്. വെള്ളിയാഴ്ചകളില് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകാൻ പൊതുവിദ്യാലയങ്ങളിൽ ഉച്ചയ്ക്കൊരു ഇടവേള 1 മണിക്കൂറിൽ നിന്ന് 2 മണിക്കൂറാക്കി മാറ്റി. ജനാധിപത്യ മൂല്യങ്ങൾക്ക് കോട്ടം വന്നില്ല. ഒരാളും എതിർത്ത് സംസാരിച്ചതുമില്ല. വീണ്ടും മതേതര ജനാധിപത്യ സർക്കാർ ഇത്തരം മതമൂല്യങ്ങൾക്ക് നിന്നുകൊടുക്കേണ്ടി വന്നു. ഇതിനൊക്കെ സൗകര്യം ഒരുക്കാൻ പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് നടന്നു. മതപാർട്ടിയുടെ പേരിൽ കാര്യമായ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ പോലും വിദ്യാഭ്യാസ മന്ത്രിമാരായി മാറി. എല്ലാ ആളുകളും തീവ്രവാദികളാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. എല്ലാവരും വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവരാണെന്നും പറയുന്നില്ല. പക്ഷേ ജനാധിപത്യത്തിന് ഇവര് മൂലമേൽക്കുന്ന പരിക്ക് വളരെ വലുതാണ്. മതേതരത്വം വളരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷമാണോ, മുസ്ലിം സമുദായത്തിലെ ന്യൂനപക്ഷമാണോ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നതല്ല ഇവിടുത്തെ വിഷയം. ഒരു മതത്തിൽ ജനിച്ചു പോയത് കൊണ്ട് മാത്രം മതത്തിൽ ജീവിക്കുന്ന മത നേതാക്കളാകാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ മതത്തിൽ തീവ്രമായിട്ട് വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഈ മതത്തിൽ ജനിച്ചതിന്റെ പേരിൽ സത്യം തുറന്നു പറയാൻ സാധിക്കാതെ ബുദ്ധിമുട്ടി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്.
ഈ മതം കൊണ്ട് സമ്പത്തും അധികാരവും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ മതരാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി തന്നാൽ കഴിയുന്നത് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. അപ്പോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി. ഈ മതത്തിൽ നിന്നാണ് തീവ്രവാദം ഉണ്ടായത്. പലരും പറയാൻ മടിക്കുന്നതും ഭയക്കുന്നതും മദ്രസകളിൽ നിന്നുള്ള തീവ്രവാദ പഠനമാണ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത്. തീവ്രവാദത്തിന്റെ നിർവചനം ഇതുവരേക്കും ഇവര് കണ്ടുപിടിച്ചിട്ടില്ല. അതിനെ പരിശോധിക്കണം. രാജ്യത്തെ നിയമനിർമ്മാണ സഭയിലെ ജനപ്രതിനിധികളുണ്ടല്ലോ, അവര് നിർമ്മിക്കുന്ന നിയമത്തെക്കാൾ മതനിയമങ്ങളാണോ മികച്ചത്, അതോ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളാണോ എന്ന് ഇനിയെങ്കിലും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു മാപ്പിളസ്ഥാനായി മാറുന്നത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ജനാധിപത്യ നിയമങ്ങളെക്കാട്ടില് 6-ാം നൂറ്റാണ്ടിന്റെ ഒരു മതനിയമമാണ് മികച്ചതെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ മുസ്ലിങ്ങൾ മൊത്തം. അവരൊരു മതരാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. മതമൗലികവാദത്തെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. ഗൾഫ് പണത്തിന്റെ സ്വാധീനം കേരളത്തിൽ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ, മദ്രസകൾ, മസ്ജിദുകൾ, ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഇസ്ലാമിക നിയമങ്ങൾ, വേഷം, ഭാഷ, സംസ്കാരം, രൂപം, ഭക്ഷണം, ഇതൊക്കെ ഇസ്ലാമിൻ്റെതായി മാറി. കേരളത്തിന്റെ തെരുവുകളിലൊക്കെ സഞ്ചരിക്കുന്ന കുഴിമാടങ്ങള്. അപ്പിക്കുപ്പായക്കാരെ, മുഖമില്ലാത്ത രൂപങ്ങൾ അലഞ്ഞു നടന്നു. ആലോചിച്ചിട്ടുണ്ടോ ഇത്? എന്നിട്ട് ദേശീയ പാതകളില്, ആശുപത്രികൾക്കടുത്ത്, സ്കൂളുകൾക്കടുത്ത്, നഗരവീഥികളില് ഇവിടെയൊക്കെ അല്ലാഹു അക്ബർ എന്ന് മാത്രം മൈക്കിട്ട് ഒരു ദിവസം 5 നേരം വിളിച്ചു പറയുന്ന രൂപത്തിൽ മസ്ജിദുകൾ. ചാരിറ്റി എന്ന പേരില് ഗൾഫിലെ പണം കോടികൾ നമ്മുടെ നാട്ടിലെത്തി. എന്തിനാ ഇവിടെ വന്നത്? തീവ്രവാദം വളർത്താൻ, മതമൗലികവാദം വളർത്താൻ, ഇസ്ലാമിക രാഷ്ട്രവാദം സ്ഥാപിക്കാൻ. മറ്റു മതസ്ഥരോട് ചിരിക്കരുത്, അവരോട് നന്നായി ഇടപഴകുന്നത് പോലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. നമ്മുടെ സ്ഥാപനങ്ങളിൽ അവരെ പേഴ്സണൽ സ്റ്റാഫായി വെക്കരുത്. ഒരു മുസ്ലിം ആയിട്ടുള്ള വനിതാ ഡോക്ടറെ തന്നെയോ ഒരു മുസ്ലിം സ്ത്രീ കാണാൻ പാടുള്ളൂ. ബർത്ത്ഡേ കേക്ക് മുറിക്കരുത്, ആശംസിക്കരുത്, ഓണസദ്യ കഴിക്കരുത്. ക്രിസ്മസ് വ്യഭിചരിച്ചുണ്ടായ ഒരു പുത്രന്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഈ മതത്തിന്റെ 6-ാം നൂറ്റാണ്ടിന്റെ ഭാണ്ഡങ്ങൾ അങ്ങോട്ട് തുറന്നിട്ടു. ഇവിടെ അന്യമത വിദ്വേഷം വിളമ്പുന്ന പ്രഭാഷകർ വർദ്ധിച്ചു. സംഗീതം ഹറാമാണ്. സംഗീതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളം കയ്യിൽ രോമം വളർത്തിക്കൊണ്ട് നടക്കുക ബാലുവണ്ണൻ പറിക്കാനേ. അങ്ങനെ കാമസൂത്രയെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ഹൂറികളുടെ അംഗലാവണ്യങ്ങളെ കുറിച്ചും കിടപ്പറ രഹസ്യങ്ങളെ സംബന്ധിച്ചും മയക്കുവെച്ച് അലറി വിളിച്ചു മുസ്ലിം പ്രഭാഷകർ. പുരുഷന്മാരെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി സ്ത്രീകളുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തെ കുറിച്ചും എടുത്തു പറഞ്ഞ് സ്കലിക്കാത്ത ലിംഗത്തെ കുറിച്ച് പറഞ്ഞ് ഹൂറികളുമായിട്ടുള്ള ലൈംഗിക വേഴ്ചയെ സംബന്ധിച്ച് വാതോരാതെ പറഞ്ഞ് മുസ്ലിം പുരുഷന്മാരെ ആവേശം കൊള്ളിച്ചു. അമ്പലത്തിന് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് പണം കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞു. അവർക്കെതിരെ ഒരു വാക്കുകൾ കൊണ്ട് പോലും പ്രതിഷേധിക്കാത്ത ആളുകൾ. ഒരു ബഹുസ്വര സമൂഹത്തിന്റെ മതേതരത്വം വ്രണപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടു. 1990-കളിലെ സമുദായത്തിന്റെ ഏതാണ്ട് അറബിവൽക്കരണം ശക്തിമത്തായി മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് മലബാർ കാലഘട്ടത്തില് ആകെ ഒരു തിയേറ്റർ ഉള്ളത് തീപിടിച്ചു. അന്ന് അതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് അതിനൊന്നും ശക്തിയുക്തം പ്രതികരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അന്നത്തെ പോലീസ് സ്പെഷ്യലിസ്റ്റ് മുഖ്യമന്ത്രി കരുണാകർജി അതെല്ലാം കണ്ണടച്ച് പ്രോത്സാഹിപ്പിച്ചു. ഭീകരവാദത്തിന്റെ തുടക്കമാണെന്ന് അന്ന് ഒരു മാധ്യമങ്ങളും എഴുതിയില്ല, ഒരു ചാനലുകളും ചർച്ച ചെയ്തില്ല.
അബ്ദുൽ നാസർ മദനിയെ പോലെ തീവ്രവാദിയുടെ പ്രവർത്തനങ്ങൾ പോലും പിന്നീട് കേരളത്തിൽ ഒരു വാർത്ത പോലും അല്ലാതായി. ലജ്ജയില്ലാതെ നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രേമികള് അവരുമൊക്കെയായി ഫോട്ടോ എടുക്കാനും അവരുമായി വേദി പങ്കിടാനും അവർക്ക് പൂമാലയിട്ട് സ്വീകരണം കൊടുക്കാനും ഒക്കെ മത്സരിച്ചു. അങ്ങനെ ഒരു തീവ്രവാദിയെ, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ യുവാക്കളിൽ ഇസ്ലാമിക രാഷ്ട്രബോധം വളരുന്നത് തന്നെ. ഇസ്ലാമിലെ തീവ്രവാദത്തിന്റെ തിരി കൊളുത്തപ്പെട്ടത് അങ്ങനെയാണ്. ഒരു സാമുദായിക നേതാവ് എന്ന നിലയിൽ അദ്ദേഹം തഴച്ചു വളർന്നു. സിമി എന്ന സംഘടന മുതൽ SDPI വരെയുള്ള തീവ്രവാദ സംഘടനകൾ ഇന്റലിജൻസ് ഏജൻസികളുടെയോ പോലീസിന്റെയോ ഒരു ശല്യവുമില്ലാതെ, ഒരു രൂപത്തിലുള്ള ഓഡിറ്റിങ്ങും ഇല്ലാതെ വളരെ ശാന്തമായി, ചില സമയത്തൊക്കെ തീവ്രമായി അവരങ്ങനെ വളർന്നു പടർന്നു പന്തലിച്ചു കയറി നമ്മുടെ നാട്ടില്. റമദാനിൽ ഉച്ചക്കഞ്ഞി വിതരണം തടസ്സപ്പെട്ട സർക്കാർ സ്കൂളുകളുണ്ട്. ആ കാലഘട്ടത്തിൽ കഴിക്കേണ്ടാത്ത ആളുകൾ, നോമ്പ് പിടിക്കുന്ന ആളുകൾ കഞ്ഞി വാങ്ങണ്ട. എന്തിനാണെന്നറിയാമോ? ഒരു മതത്തിന്റെ വിശ്വാസം വ്രണപ്പെടരുത്. അതുകൊണ്ടാണ് ഈരാറ്റുപേട്ടയല്ലേ കോർപ്പറേഷൻ ഓഫീസിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വിളിച്ചത്. ഏതുവരെ എത്തിയെന്ന് ചോദിക്കുക. റമദാനിൽ മലബാർ പ്രദേശങ്ങളിൽ ഹോട്ടലുകൾക്ക് വ്യാപകമായി അടപ്പാണ്. ഹലാൽ, എല്ലാത്തിലും ഹലാല് വന്നു. ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേരിൽ അവഗണിക്കപ്പെട്ടു. കേരളത്തിലെ ചില പ്രദേശങ്ങള് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്നിപ്പോൾ ദാ ഉയർന്നു വരുന്നു മറ്റൊരു വാദം. ഇങ്ങനെ അഹങ്കാരത്തോടെ ഈ മതേതര രാജ്യത്ത് അവകാശപ്പെട്ടപ്പോൾ ഇസ്ലാമിന്റെ ഒരു കുസൃതിയാണ് എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അതിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്ന ഭീകരതയെ, തീവ്രവാദ മുഖത്തെ, ജനാധിപത്യത്തിന്റെ ഘാതകരെ നമ്മളാരും അന്ന് തിരിച്ചറിഞ്ഞില്ല. ജനാധിപത്യ നിയമം ചൂഷണം ചെയ്ത് കുടുംബാസൂത്രണത്തെ പൂച്ഛിച്ചവർ മണ്ഡല പുനഃക്രമീകരണം വഴി മറ്റ് ജില്ലകളുടെ MP-യെയും MLA സ്ഥാനങ്ങളെയും ഒക്കെ അപഹരിച്ചു കൊണ്ടുവന്നു. മൗനികളായ ഒരു വിഭാഗം ആളുകൾ. കാരണം അതിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കേണ്ടതില്ലെന്ന് മനസ്സിലായി. 1973 കഴിഞ്ഞപ്പോൾ ഒരു പുനഃക്രമീകരണ കമ്മീഷൻ വന്നു. കുടുംബാസൂത്രണ പരിപാടിക്ക് തിരിച്ചടിയാകരുത് എന്ന് തന്നെയായിരുന്നു അതിന്റെയും ലക്ഷ്യം. 2002 കമ്മീഷനെ വീണ്ടും നിയമിക്കുന്നു. കഴിഞ്ഞ ക്രമീകരണത്തിൽ 2006 10ഓളം അസംബ്ലി സീറ്റുകൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ അധികമായി നേടി. 1-2 സീറ്റുകൾക്ക് ഭരണം തീരുമാനിക്കപ്പെട്ടു. ഇപ്പോ വലിയ ഒരു സംഖ്യ തന്നെയാണ്. 2021 സെൻസസിന് ശേഷം ഇനി ഒരു മണ്ഡല പുനഃക്രമീകരണം വന്നാൽ അതോടുകൂടി മുസ്ലിം ലീഗ് അല്ലെങ്കിൽ SDPI ഇല്ലാതെ കേരളത്തിൽ ആർക്കും കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കില്ല എന്ന നില പോലും വരാം. ഇനിയും സർക്കാർ ചെലവിൽ മതം വളർത്താൻ അറബിക് യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള നീക്കം ഉടനെ തന്നെ ആരംഭിക്കുന്നു എന്ന് കേൾക്കുന്നു. ഇന്ത്യ വിഭജനത്തിന്റെ പ്രഭവ കേന്ദ്രം ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്നത് തൽക്കാലം നമുക്ക് എങ്ങും ആരോടും പറയണ്ട. ഇനി ഇസ്ലാമിക് ബാങ്ക് കണ്ണൂര് വരുന്നുണ്ട്. വച്ചു കൊടുക്കണം, വക വെച്ചു കൊടുക്കണം. ഇസ്ലാമിലെ മിതവാദികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് പോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളായ SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയവരുമൊക്കെ ഇവരാരും വ്യത്യസ്തരല്ല. ഇവരുടെയൊക്കെ മുഖം ഒന്നാണ്, ഇവരുടെയൊക്കെ ആശയം ഒന്നാണ്, ലക്ഷ്യം ഒന്നാണ്. ആശയ തലത്തിൽ നോക്കിയാലും രാഷ്ട്രീയ തലത്തിൽ നോക്കിയാലും ലക്ഷ്യത്തിൽ നോക്കിയാലും മാർഗത്തിൽ നോക്കിയാലും ഒന്ന് തന്നെ. മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് മുദ്രാവാക്യം. മനസ്സിലായോ? രാഷ്ട്രീയം വേണം, മതമായിരിക്കണം അടിസ്ഥാനം. ഈ മതത്തിന് പ്രത്യേക അവകാശങ്ങളുണ്ട്, അർഹതകളുണ്ട്. ഇസ്ലാമിക നിയമങ്ങൾ മതേതര ജനാധിപത്യ സംവിധാനം നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് മുകളിലാണെന്നാണ് ഇവരുടെ ആശയം. ഈ ആശയങ്ങൾക്കും ജനാധിപത്യം യോജിച്ചു കൊടുക്കുന്നു. പിന്നെ ബലം പ്രയോഗിക്കാമല്ലോ, അക്രമം നടത്താമല്ലോ, വാക്സിൻ വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാമല്ലോ, അപരിഷ്കൃതമായ ഗോത്ര സംസ്കാരത്തെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാമല്ലോ. സർക്കാരിന്റെ കർശന നടപടികൾ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. ആരോഗ്യ പ്രവർത്തകരുടെ ജീവന് ഭീഷണി ഉണ്ടായിട്ട് പോലും മതത്തെ തൊടാൻ നമ്മൾ അറച്ചു. കൊറോണ കാലത്ത്
കൊറോണ വന്നു മരിച്ച ആളുകളെ മതവിധി പ്രകാരം ഞങ്ങൾക്ക് മറമാടണമെന്ന് വന്ന് പറഞ്ഞപ്പോ നമ്മുടെ നിയമം മാറി നിന്നു. ഈ മതത്തിന്റെ ധാർഷ്ട്യങ്ങളുണ്ടല്ലോ, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ അവകാശമാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ വ്യാഖ്യാനിച്ചത്. അങ്ങനെ ദിനേന ജീവിതത്തിൽ കൂടുതൽ മതവും മതസ്വാധീനവും മതവിശ്വാസങ്ങളും മത ആചാരങ്ങളും മതചിഹ്നങ്ങള് ഇതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ മതേതരത്വത്തെ കാർന്നു തിന്നുകൊണ്ടേയിരുന്നു. മതത്തിന്റെ ഇത്തരം 6-ാം നൂറ്റാണ്ടിന്റെ നിയമങ്ങളെ വകവെച്ചു കൊടുക്കാൻ ജനാധിപത്യം തലകുനിച്ചു നിൽക്കേണ്ടി വന്നു. അയ്യോ, അവര് മുസ്ലിമായിട്ട് ജനിച്ചതുകൊണ്ട് അവര് തീവ്ര ഇസ്ലാമിസ്റ്റുകളൊന്നും അല്ല, അവര് തീവ്രവാദികളൊന്നും അല്ല, അവർക്ക് നമ്മളോടൊക്കെ എന്ത് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന മിതവാദികളുണ്ട്. ഒരവസരത്തിനു വേണ്ടി അവർ കാതോർത്തിരിക്കുവാണ്. മുസ്ലിം പേരിലെ പാർട്ടിയെ മാത്രം മതേതരമായി അംഗീകരിച്ച ആളുകൾ വാക്സിൻ വിരുദ്ധത മുതൽ കൊറോണയ്ക്കെതിരെ വരെയുള്ള കാര്യങ്ങളിലൊക്കെ മൗനികളായി നിന്നു. മതേതര മര്യാദയുടെ ലംഘനമാണ് ഇസ്ലാമിക തീവ്രവാദം ഊർജം കൊള്ളുന്നത് എന്ന് പലരും മറന്നുപോയി. മിതവാദികളുണ്ട്, മൃദു സമീപനം സ്വീകരിച്ചു. കൂട്ടത്തിൽ ഒരുത്തന്റെ നെഞ്ചില് ഇസ്ലാമിക ഭീകരത കത്തിക്കയറ്റുമ്പോഴും കാക്കി നിക്കറിട്ട വർഗീയതയ്ക്കെതിരെ പോസ്റ്റർ എഴുതി അവര് ആത്മനിർവൃതി കൊള്ളുവായിരുന്നു. ബക്കറ്റ് പിരിവ് നടത്തി പ്രതിഷേധം കരഞ്ഞു തീർക്കേണ്ടുന്ന ഗതികേടിലുമായി. ഇസ്ലാമിക ഭീകരത നമ്മുടെ വാതിലിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ യുപിയിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോഴും തുർക്കിയില് ക്രിസ്ത്യൻ പള്ളി പിടിച്ചെടുത്ത് മുസ്ലിം പള്ളിയാക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര അഭിനന്ദനങ്ങളായിരുന്നു, ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു. മുസ്ലിം ലീഗിന്റെ നടപടി നമ്മൾ കണ്ടില്ലേ? കേരളത്തിന്റെ മതേതര സമൂഹം ഇത് അംഗീകരിച്ചു കൊടുത്തു. ഹിന്ദു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് പോലെ ഒരു വർഗീയ പാർട്ടിയായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. അപ്പോ ആ സമയത്ത് എൻ്റെ ബാബരി, ഞാൻ ബാബരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ മതേതരത്വം എവിടെയാണ് നിന്നത്, ആരോടൊപ്പമാണ് നിന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയെത്ര പാർട്ടികൾ! അതായത് ഓരോ സാഹചര്യങ്ങളിലും ആരോടൊപ്പമാണ് നിൽക്കേണ്ടതെന്നും ആർക്കെതിരെയാണ് നമ്മൾ തിരിയേണ്ടതെന്നും കൃത്യമായി കേരളത്തിലെ ഇടതനും വലതനും പഠിച്ചു പരിശീലിപ്പിച്ചുകൊണ്ടേയിരുന്നു ഈ കേരളക്കരയിൽ. ഒരുപാട് പേര് തെറിവിളികളുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹുസ്ന, എന്തടി നിന്റെ ഉമ്മ ചത്താ? നിന്റെ ഉമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് നീ ഞങ്ങളെയൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാ? പോയൊരു ബെഡ്ഷീറ്റും വിരിച്ച് കിടക്കു കൊച്ചേ. നിങ്ങളൊക്കെ എന്തിനാണ് കൃഷി ഇറക്കാനുള്ള അത്രയും സമയം വേസ്റ്റ് ആക്കുന്നത്? നല്ല മഴയും നല്ല സാഹചര്യങ്ങളും അല്ലേ? എന്തിനാണ് കൃഷിയിടങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയില് യുക്തിവാദികളുടെ ലൈവിലൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കാൻ പാടുണ്ടോ? ഈ സമയത്ത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതു പാർട്ടികൾ അമ്പെ പരാജയപ്പെട്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നില്ലേ? ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചു. മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കുന്നു, ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മുന്നിലുണ്ട്. വലിയ വികസനമാണ്, വികസിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതമാണ്.
എല്ലാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെയും സാക്ഷാത്കരിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി. രാമക്ഷേത്രം നിർമ്മിച്ചു, ബാബര് നിർമ്മിക്കാനുള്ള ഭൂമിയും അതിന്റെ ചെലവും ഒക്കെ ഏറ്റെടുത്തു, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. ശരി, രണ്ടാം ഘട്ടത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഷയ്ക്ക് ഒരു വർഗീയ ചുവ വന്നു. രാജ്യത്തെ ഭീകരമായ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കാർഷിക പ്രശ്നങ്ങള്, ഗ്രാമീണ മേഖലയിലെ മനുഷ്യരുടെ തീരാത്ത ദുരിതങ്ങള്, ഇങ്ങനെയൊക്കെ ജനങ്ങള്